ഞാനേ ഇന്ന് എൻ്റെ ഒരു ചെറിയ കൃഷി കാണിച്ചു തരാവേ. ഇതുണ്ടല്ലോ, ഇത് ഗ്രീൻ പീസിൻ്റെ ചെടിയാണ്. നോക്കിയേ, അതിലൊരുപാട് ഗ്രീൻ പീസുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഗ്രീൻ പീസ് നമ്മൾ ഒരുപാട് ചൂടുള്ള സമയത്ത് നട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അതിനൊരു ചെറിയ തണുപ്പ് വേണം. നോക്കി അതിൻ്റെ പൂക്കൾ, ഇതിപ്പോൾ മൂത്ത് വന്നേ ഉള്ളൂ അത് പറിക്കാനായിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് മല്ലിയാണ്. അത് നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പൂക്കാൻ നിർത്തിയത്. അതിൽ ഒരുപാട് മല്ലിച്ചെടികളുണ്ടായിരുന്നു, കുറേ ഞാൻ പറിച്ചു. അപ്പോൾ ഇതൊക്കെ ദേ നോക്കിയേ, ഇതിൽ ഓൾറെഡി ഇതേ മല്ലി ഉണ്ടായിട്ടുണ്ട്, ഇതേ കണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു മല്ലിയുടെ ചെടി ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഞാൻ നിർത്തി, അതിൽ മല്ലി ആയി കഴിഞ്ഞപ്പോൾ ആ വിത്തുകൾ വീണിട്ടാണ് പിന്നെ ഈ വർഷം എനിക്ക് ഒരുപാട് മല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മല്ലി ഇതുപോലെ പൂത്ത് മല്ലിയാവാൻ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വിത്തെടുത്ത് പിന്നത്തേക്കുള്ള മല്ലിച്ചെടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ മല്ലി നടുമ്പേ ഉണ്ടല്ലോ, അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മല്ലി നട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ മല്ലിയുടെ വിത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നടണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതാവുമ്പോൾ ആ മല്ലികൾ പെട്ടെന്ന് മുളയ്ക്കും. പിന്നെ നമുക്ക് ആ മല്ലി ഇതുപോലെ പൂത്ത് വിത്താവാൻ നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെടികൾ നടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുണ്ടല്ലോ, എൻ്റെ ഈ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ, അതിൻ്റെ ചെടിയാണ്. ഇത് പിന്നെ ഒന്നും ചെയ്യണ്ട, അതിങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഓരോ ഇലകൾ ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഉണ്ടായി വന്നോളും. അതും ഇപ്പോൾ പൂത്തിട്ടുണ്ട് കണ്ടോ. അതിന് ഇങ്ങനെ ചെറിയ കടുകിനേക്കാളും ചെറിയതായിട്ട് കറുത്ത് അതിൻ്റെ വിത്തുകളുണ്ടാവും. ഇതിപ്പോൾ ആയി വരണേ ഉള്ളൂ. ഇത് പിന്നെ എല്ലാ തണുപ്പായാലും ചൂടായാലും ഒക്കെ ഇങ്ങനെ നിന്നോളും. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നട്ടാൽ മതി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഒനിയൻസ് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. കണ്ടോ അതിൻ്റെ വിത്ത്. പിന്നെ ഇത് എൻ്റെ ഒരു തക്കാളി ചെടി, അതിൻ്റെ ഒരു ബ്ലൂ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടോ, അതിൽ ഒരു നീല കളറിൽ അതിന് ഇതുണ്ട്, ഒരു മാർക്കുണ്ട്. അത് പഴുത്ത് കഴിയുമ്പോൾ അത് ചുമപ്പുണ്ടാവും, എന്നാലും അതിൻ്റെ കൂടെ ഒരു ബ്ലൂ കളറും കൂടെ ഉണ്ടാവും. അപ്പം ഇന്നിവിടെ ഭയങ്കര കാറ്റായിരുന്നു. ഞാനത് നിവർത്തി വെച്ചതാണെങ്കിലും അത് മറിഞ്ഞു പോയി. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ബീൻസ് ചെടിയാണ്. നോക്കിയ ഒരു ഒറ്റ കടയേ ഉള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് ബീൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിത്ത് തീർന്നു പോയായിരുന്നു ബീൻസ്, അതുകൊണ്ട് ഇത് ഒരെണ്ണേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വിത്തിനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി നടാം അടുത്ത വർഷം. ഇതിനും ബീൻസിനും കുറച്ച് തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് നല്ലത്. ഇത് പിന്നെ നമ്മുടെ പയറാണ്. ഈ പയറൊക്കെ നടുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, മുയലുകൾ വന്ന് കഴിക്കും അത്. നോക്കിയേ കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഇല തിന്നു. ഇതൊക്കെ മുഴുവനും ഇലയായിട്ട് നിന്നത്, അതെല്ലാം മുയൽ വന്ന് കഴിച്ചു. ഇത് പടർന്നു തുടങ്ങിയതായിരുന്നു, അതും ബാക്കി വെച്ചില്ല. ഈ മുയലും മാനുകളുമാണ് ഇവിടുത്തെ, നമ്മൾ എന്ത് നട്ടാലും നമുക്ക് കിട്ടിയാൽ കിട്ടി. ഇനി ഇത് നാളത്തേക്ക് മിക്കവാറും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ മുയലുകൾ തിന്നാതിരിക്കാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലഡ് മീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മേടിച്ച് ഇതിൻ്റെയൊക്കെ മുകളിൽ തൂവിക്കഴിഞ്ഞാൽ അന്നേരം അവർക്ക് അത്ര അതിഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് കുറവുണ്ട് അത് വന്ന് തിന്നൽ. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഈ ഒരു പാച്ചിലുള്ള ചെടികൾ.